ബ്യൂട്ടി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിനി അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടാൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. കവായ് സ്റ്റിക്കറാണ് ഗൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നലെ വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ചു. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് മറന്നുപോയി വീഡിയോ എടുക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പൊട്ടിച്ചൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും റെഡിയാക്കി വെച്ചു. അപ്പം എന്തായാലും നോക്കാം. പൊട്ടിച്ച് മീൻസ് ഈ കവർ മാത്രമേ പൊട്ടിച്ചുള്ളൂ, ഉള്ളത്തെ എല്ലാം എടുത്ത് നോക്കിയിട്ടില്ല. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോഴാണോ കവർ സ്റ്റിക്കർ വാങ്ങുന്നതെന്ന്. ട്രെൻഡിങ് ആയ സമയത്ത് ഓർഡർ ചെയ്തപ്പോൾ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. കുറേ വട്ടം ക്യാൻസലായി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ആണ് സംഭവം. പിന്നെ 10 റുപ്യേൻ്റെ ഷീറ്റ് വാങ്ങിയായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു. പിന്നെ ഇപ്പം ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ ഓർഡർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ കേട്ടോ. അതാണ് ലേറ്റ് ആയിപ്പോയത് വാങ്ങാൻ. പല പ്രാവശ്യവും വാങ്ങിയപ്പോൾ ക്യാൻസലായിപ്പോയി. പക്ഷേ ഫ്ലിപ്കാർട്ടല്ല, ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തപ്പോൾ കിട്ടി. ആദ്യം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ട്രെൻഡിങ് ആയ ടൈമിൽ കിട്ടും. ഇപ്പം ട്രെൻഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് വാങ്ങിച്ചത്. ആ ടൈമിൽ ക്യാൻസലായി പോയതുകൊണ്ടാണ് ഓർഡർ കിട്ടാതിരുന്നത്. ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഫ്ലിപ്കാർട്ടാണ്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം. ഗൈസ് കിട്ടി ഗൈസ്. അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് എന്തായാലും അൺബോക്സ് ചെയ്യാം. ചെറുതായിട്ട് ക്യാമറ താഴെ വീഴാൻ പോയപ്പോൾ വേഗം പോയി പിടിച്ചതാണ് കേട്ടോ. അതപ്പോൾ ബ്ലറായിപ്പോയത്. അപ്പോൾ ആ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതില്ലായിരുന്നു. അതെ, നമുക്ക് എന്തായാലും പൊളിക്കാം. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാട്ടോ അൺബോക്സ് ഒക്കെ ചെയ്യുന്നത്. പല സ്ഥലത്ത് ഇരുന്ന് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കവായ് സ്റ്റിക്കർ. നിങ്ങൾക്കറിയാം അല്ലേ, ഇത് ജേർണൽ ചെയ്യാനും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ആൻഡ് ജേർണലല്ല ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട്. എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനറിയാം. ഓക്കെ, ഞാൻ ചിലപ്പം ആ വീഡിയോസും കൂടി ഇടുന്നതായിരിക്കും. നമുക്കിതെന്തായാലും പൊട്ടിക്കാം. അതല്ലേ ഇന്നത്തെ ഒരു വീഡിയോ. പൊട്ടിക്കാം കേട്ടോ. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ക്യൂട്ടാട്ടോ. പാക്കറ്റ് നോക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ ഈ ഫ്രെയിം അങ്ങ് എടുക്കുക. ഇത് വേണം നമുക്ക് വെട്ടിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് ഇതിൻ്റെ അടിയിലുള്ള ഒരു കാർഡ്ബോർഡാണ്. ഒരു കുട്ടീൻ്റെ ചിത്രം ഉണ്ടായിരുന്നു അവിടെ. എന്ത് ക്യൂട്ടായിട്ടുള്ള കവായ് സ്റ്റിക്കറോ. കുറേ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പോലെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടും കാണിക്കാം. ഓരോന്നോരോന്നായിട്ടും ഞാൻ ഫോട്ടോയിൽ കാണിക്കാം കേട്ടോ. ഗൈസ് കവായ് സ്റ്റിക്കേഴ്സാണ്. അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇതൊരു പിങ്ക് തീമിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ നെക്സ്റ്റ് തീമിൽ ഒരു എൽസ, ആന, സ്നോ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. ഞാനിത് എത്തിയ പാട് പൊട്ടിച്ച പാട് തന്നെ ഞാൻ എണ്ണി നോക്കിയായിരുന്നു. 20 ഷീറ്റ് തന്നെ ഉണ്ടോയെന്ന് എണ്ണി നോക്കിയായിരുന്നു. അപ്പം എന്തായാലും ഉണ്ടാവാതൊന്നും ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഒന്ന് എണ്ണി നോക്കിയതാണ്. 20 ഷീറ്റ് തന്നെ ഉണ്ട് കേട്ടോ. വളരെ അടിപൊളി കവായ് സ്റ്റിക്കറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൂപ്പറാണ്. ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ചിലപ്പം ഞാൻ ക്രാഫ്റ്റിൻ്റെയും ബാക്ക് ടു ഓരോരോ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി കവായ് സ്റ്റിക്കറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-4 വട്ടം ഓർഡർ ചെയ്ത് ക്യാൻസലായി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട വിചാരിച്ചു. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ആയപ്പോൾ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു. അതാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയത്. കവായ് സ്റ്റിക്കർ ഓർഡർ ചെയ്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തപ്പോഴാണ് കിട്ടിയത്.
മറ്റേ ആപ്പിൽ ഓർഡർ ചെയ്തപ്പോൾ ക്യാൻസലായിപ്പോയി. പിന്നെയാണ് ഫ്ലിപ്കാർട്ട് ഉണ്ട് എന്നുള്ളത് ഓർക്കുന്നത്. അപ്പം അങ്ങ് ഓർഡർ ചെയ്തു, സാധനം കൈ കിട്ടി. എന്തായാലും നല്ല അടിപൊളി സാധനമാണ്. 20 ഷീറ്റ് തന്നെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അപ്പം ആരുടെ അടുത്തൊക്കെ കവായ സ്റ്റിക്കർ ഉണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ആരുടെ അടുത്ത് ഇല്ലാതിരിക്കില്ല, കാരണം ഇപ്പോഴത്തെ അടിപൊളി സാധനമല്ലേ. അപ്പം ഇത്രയാണുള്ളൂ, ബാക്കി ഞാൻ പറയാം. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. 20 ഷീറ്റും ഞാൻ കാണിച്ചു തന്നു, വീഡിയോയിലുണ്ട്. അപ്പോൾ 20 ഷീറ്റും നിങ്ങളിപ്പോൾ കണ്ടില്ല, അപ്പോൾ 20 ഷീറ്റും ഉണ്ട് കേട്ടോ. 20 ഷീറ്റും ഞാൻ കാണിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയതായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.